സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. വന്ദേ 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 മാതരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇവിടുത്തെ ഭാരവാഹികൾക്ക് എൻ്റെ ഒരു നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇങ്ങനൊരു മഹാപരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ പ്രഭാഷണത്തിനാണ് എന്നെ വിളിച്ചത്. ഞാൻ അനുഗ്രഹ പ്രഭാഷണം ചെയ്യാൻ ആരുമല്ല, കാരണം അത് ഈശ്വരന്റെ നിശ്ചയമാണ്. ഈശ്വരൻ അനുഗ്രഹിച്ച എല്ലാ കാര്യവും നടക്കും. അതിലവിടെ എന്നെ ക്ഷണിച്ച സ്ഥിതിക്ക് ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ഈ പരിപാടിക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ പറയാം. വലിയ പ്രഭാഷകനൊന്നുമല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വേദിയിൽ പങ്കെടുക്കുന്നത്. അതിന്റെ കുറവുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. ഭാരതത്തിൽ എപ്പോഴൊക്കെ അധർമ്മങ്ങൾ ഉണ്ടാകുമോ അവിടെയൊക്കെ ഈശ്വരൻ അവതരിക്കും. അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഒരു സങ്കല്പമാണ്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ ആര് രക്ഷിക്കുന്നോ അവരെ ധർമ്മം രക്ഷിക്കും. ഒരു കാലത്ത് തമസിൽ ആണ്ടുപോയിരുന്ന ഈ ഭാരതത്തെ പല ഗുരുക്കന്മാർ അവരുടെ തപശക്തി കൊണ്ടാണ് ഉണർത്തിയത്. ഭാരതം തപസ്സിന്റെ ഭൂമിയാണ്. നമ്മളെ പാപികളെ എന്നല്ല വിളിച്ച അമൃതസ്യ പുത്ര. പാപികളെ എന്നുള്ള സെമിറ്റിക് മതത്തിന്റെ കാഴ്ചപ്പാടാണ്. നമ്മൾ അങ്ങനെ വിളിച്ചിട്ടില്ല ഋഷിമാർ. ധീരന്മാരെന്നാണ് വിളിച്ചത്. ആ ധീരതയ്ക്ക് കാരണം തപസ്സാണ്. ആ തപസ്സിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത് എല്ലാ മേഖലയിലും. ഇപ്പൊ കലിയുഗ എന്ന് പറയുന്നുണ്ട്, പക്ഷെ കലിയുഗത്തിൽ ഒരു അവതാര പുരുഷൻ ജനിച്ചിട്ടുണ്ട്. അതാരുമല്ല, നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. യാതൊരു സംശയമില്ല. കാരണം ഋഷി തുല്യനായ ഒരാളാണ് അദ്ദേഹം. നമ്മൾ വിചാരിക്കുന്നത് പോലെ അദ്ദേഹം കേവലം ഒരു പ്രധാനമന്ത്രി മാത്രമല്ല. അനവധി ഗുരു പരമ്പരയുടെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ഇന്നും ഈ ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര തുടർച്ചയായിട്ട് ഭരിച്ചില്ലേ? ആ തപസ്സിന്റെ ശക്തിയാണ്. അത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഭാരതം എന്നാണോ തപസ്സിൽ നിന്നും തമസിലേക്ക് പോയത്, അപ്പോഴാണ് നമ്മൾ അധപ്പതിച്ചു പോയത്. അത് തിരിച്ചു പിടിക്കണം. നമ്മൾ മതേതരരാവരുത്. കപട മതേതരത്വം പാടില്ല. നിങ്ങളൊരു ഹിന്ദു വിശ്വാസിയാണ്, ശക്തമായിട്ട് പറയാൻ കഴിയും ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, എന്നിട്ട് മതി മതേതരത്വം. നമുക്ക് മാത്രം സർട്ടിഫിക്കറ്റ് എഴുതി തരുന്നില്ല മതേതരത്വം, എല്ലാവർക്കും ബാധകമാണ്. നോക്കൂ, നമ്മൾ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ മൂന്നാമതായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാം ശക്തിയാണ് നമ്മൾ. 2036 എന്ത് സംഭവിക്കണം എന്നുള്ളത് ഇപ്പം മോദിജിക്ക് അറിയാം. അതാണ് ഋഷിത്വം. ഇതൊന്നും സംഭവിക്കുകയല്ല, അതൊക്കെ വെൽ പ്ലാൻഡ് ആണ്. ഒരു കാലത്ത് പറയും നിങ്ങൾ യു പിയിലേക്ക് നോക്കൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ യു പിയിലേക്ക് നോക്കൂ, എന്താ അവസ്ഥ. അവിടെ ഒരു കടുക്കനിട്ടവൻ, കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും. യോഗി ആദിത്യനാഥ് ഗുണ്ടായുസം കാണിച്ചവനൊക്കെ അടിച്ചൊതുക്കി. യു പിയിൽ ഞാൻ പോയത്, അവിടുത്തെ വികസനം ഒന്ന് കാണണം. യു പി ഇന്ന് എക്കണോമിക്കൽ ഏറ്റവും വളരുന്ന സംസ്ഥാനമാണ്. പിന്നുള്ളത് മഹാരാഷ്ട്ര. തമിഴ്നാട് മോശമൊന്നല്ല. തമിഴ്നാട് എക്കണോമിക്കൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട്
നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താ? അമൃതസ്യ പുത്ര. അതാവണം നമ്മള്. അതിനെ നഷ്ടപ്പെട്ടു പോയാൽ തപസ്സിനെ തിരിച്ചു പിടിക്കണം. അതിനെന്താ വഴി? വേദാദി ശാസ്ത്രങ്ങൾ, പിന്നെ തന്ത്രശാസ്ത്രം വരെയുള്ള ശാസ്ത്രങ്ങളിൽ ഉപാസനാ സമ്പ്രദായങ്ങളിൽ അതൊക്കെ പഠിക്കുക. കുട്ടികളെ പഠിപ്പിക്കരുത്. മാതാപിതാക്കൾ അനുഷ്ഠിക്കുന്നതേ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അനുഷ്ഠിച്ച് അവർക്ക് മുന്നിൽ മാതൃകയാവുക. ജാതി അതൊന്നുമില്ല. കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുന്നത്. ജന്മം കൊണ്ട് എല്ലാവരും മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. നിങ്ങളെ ഗുണകർമ്മ സ്വഭാവമാണ് നിങ്ങളെ ബ്രാഹ്മണനാക്കി മാറ്റുന്നത്. അപ്പൊ ജാതി എന്നത് രണ്ടെണ്ണേ ഉള്ളൂ: മൃഗം, മനുഷ്യൻ. ഇത് ഈ രണ്ട് ജാതിയേ ഉള്ളൂ. നമ്മളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാതി എടുത്തിട്ട് രാഷ്ട്രീയം കളിക്കുന്നത്. നമ്മൾ ഒന്നിച്ചാൽ അവർക്ക് നിലനിൽപ്പില്ല. അപ്പൊ കൂടുതലൊന്നും ഞാൻ പ്രഭാഷണം ചെയ്യുന്നില്ല. ഇതിന്റെ കാര്യമായ പ്രഭാഷണങ്ങളൊക്കെ ഇവിടെ മുഖ്യ പ്രഭാഷകരുണ്ട്, അവർ സംസാരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇവിടെ വരിക, ഇതിൽ പങ്കെടുക്കുക, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞു. ഇതൊന്നും എന്റേതല്ല. ഈശ്വരൻ എന്റെ നാവിലൂടെ സരസ്വതിയായിട്ട് ഒഴുകുമ്പോൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ എനിക്കൊരു വാക്കുച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ അമ്മമാരോടൊക്കെ എനിക്ക് വലിയ സന്തോഷം. കാരണം അവർ ലളിതാ സഹസ്രനാമൊക്കെ ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ചൊല്ലുന്ന കാണുന്നുണ്ട്. വലിയ സന്തോഷം. ആണുങ്ങൾ ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ പലപ്പോഴും അതിൽ നിന്ന് പിന്നോട്ട് പോകാറാണ് പതിവ്. പക്ഷേ അവരും കൂടി മുന്നിട്ട് ഇറങ്ങണം. അത്യാവശ്യം നാമങ്ങളൊക്കെ ആണുങ്ങൾക്കും ജപിക്കാം. കാരണം ആത്മാവിന് ലിംഗമില്ല, ലിംഗവ്യത്യാസമില്ല, ആണ് പെണ്ണെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇത്ര നാളും നമ്മളെ വൈദേശികമായ ആളുകളൊക്കെ ഭരിച്ചെടുത്ത് ഇപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മളെ കാര്യങ്ങൾ പ്രധാനമന്ത്രി ശക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളൊന്നിനും വിട്ടുവീഴ്ചയില്ല. നമ്മളെ സേനയുടെ ശക്തി നോക്കൂ, പലതിലും ഒന്നാണ്, ചിലതൊക്കെ രണ്ടിലുമാണ്, രണ്ടാം സ്ഥാനമാണ്. ഇനി 2036 ലോകത്തിലെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്ന മോദിജി പറഞ്ഞിരിക്കുന്നത്. അത് നടക്കും, അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാനൊരു മന്ത്രം ചൊല്ലാം, ഇതോടുകൂടി നിർത്താം. അത് അധിക പ്രസംഗിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു മനുഷ്യന് 15 മിനിറ്റ് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. പ്രഭാഷണം എന്നത് വേസ്റ്റാണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എത്രയോ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. ഇച്ചയോടെ പോയിട്ട് ഇതോടെ വിടും. പക്ഷേ തപസ്സുണ്ടെങ്കിൽ അത് നിങ്ങളെ വിട്ടുപോകില്ല. ആദ്യം വിശ്വസിക്കേണ്ട, വിശ്വാസം അല്ല ആദ്യം വേണ്ടത്. നമ്മളെ പഠിപ്പിച്ച അങ്ങനെ അനുഭവമാണ് ഈശ്വരൻ. ഈശ്വരൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണം. ഈശ്വരൻ പുറത്തുണ്ട്, ഉള്ളിലുണ്ട്. ഉള്ളിലേക്ക് നോക്കാൻ നമ്മൾ പഠിക്കണം. അന്ധക്കരണം തുറക്കണം. പൂന്താനം പറഞ്ഞതുപോലെ നാണം കെട്ടും ജപിക്കാൻ പഠിക്കണം. അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നാണാണ്. നമ്മളിതൊക്കെ പറഞ്ഞ ആളുകൾ എന്ത് തെറ്റിദ്ധരിക്കും എന്നുള്ള ഒരു അവജ്ഞയാണ് നമുക്ക്. അത് മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരം മഹത്തായ പരിപാടികൾക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഇതുപോലുള്ള ഇനി മഹത്തായ പരിപാടികൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു മന്ത്രം ചൊല്ലാം, ഇതോടെ നിർത്താം. നിങ്ങൾ എല്ലാവരും ഏറ്റു ചൊല്ലണം. കാലഹര, ദുഃഖഹര, രോഗഹര, കഷ്ടഹര, ഹര 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 മഹാദേവ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഒരു ശക്തിയും തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ മടിയാണ്. ഒന്നുകൂടി പറയാം. നമ പാർവതീപതയേ ഹര 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 മഹാദേവ്. ഇത്രയേ ഉള്ളൂ കാര്യം. നമസ്തേ.